Assalamualaikum dear friends, welcome back to Shamys World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാനായിട്ട് നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന അവിൽ വെച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഈ പലഹാരം വേഗം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമ്മുടെ ഈ പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ള അവിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം ഞാനിവിടെ 2 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്, വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് 250 ml കപ്പിന്റെ അളവാണ്. രണ്ടാമത്തെ കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 കപ്പ് അവില് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏത് ഗ്ലാസിന്റെ അളവാണോ അതിനനുസരിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ള അവിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രൗൺ നിറത്തിലുള്ള അവിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വൈറ്റ് അവിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ കളർ അവിലുണ്ടെങ്കിൽ അതെടുക്കുക. കുറച്ചൊന്ന് നിറം മാറും എന്നേ ഉള്ളൂ, ടേസ്റ്റ് എല്ലാം അതേ ടേസ്റ്റ് ഒക്കെ തന്നെ ആയിരിക്കും. ഇതിനു മുമ്പ് ഞാൻ അവിൽ വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളാണ്. അപ്പോൾ ഇതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് അവിലിൻ്റെ ഈ വെള്ള നിറം ഒന്നും മാറാൻ പാടില്ല. ആ തരത്തിൽ നമുക്കൊന്ന് എന്ത് ചെയ്യണം, വറുത്തെടുക്കണം. അപ്പോൾ 2-3 മിനിറ്റ് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ് ഇതായിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഇതാ നല്ലോണം ഇതുപോലെ പൊടിഞ്ഞു വരും, കണ്ടോ? അപ്പൊ നിറമൊന്നും മാറിയിട്ടില്ലല്ലോ, വെള്ള കളറിൽ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം അപ്പോൾ തന്നെ ഓഫാക്കി ഈ പാനിൽ ഇങ്ങനെ വെച്ചിരുന്നാൽ ഇത് കളറൊക്കെ മാറി ബ്രൗൺ കളർ ആയി പോകും. അതുകൊണ്ട് ഈർപ്പമൊന്നുമില്ലാത്ത ഒരു പാത്രത്തിലോട്ട് ഉടനെ തന്നെ നമുക്ക് മാറ്റണം. അപ്പോൾ ഈർപ്പമൊന്നുമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഇതിട്ട് കൊടുക്കാം. ഇത് എന്നിട്ട് നല്ലോണം തണുത്ത് വരണം. നിങ്ങൾ ഈ പലഹാരം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തണുത്തിട്ട് നല്ലോണം വറുത്തെടുത്തതിന് ശേഷം, ഞാൻ പറഞ്ഞ രീതിയിൽ 2-3 മിനിറ്റ് വറുത്തെടുത്തതിന് ശേഷം മാത്രമേ ഈ പലഹാരം ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലാതെ വറുത്തെടുക്കാതെ ഒരിക്കലും നിങ്ങൾ ഈ പലഹാരം തയ്യാറാക്കരുത്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പൊ അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു സോസ് പാൻ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2.5 കപ്പ് പാലുണ്ടാവും ഇതില്. അപ്പോൾ മുഴുവൻ പാലും ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ പലഹാരത്തിൽ പാല് ചേർക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. അതുകൊണ്ട് പാല് നിങ്ങൾ ഒഴിവാക്കരുത്. ഇതുപോലെ 2.5 ഗ്ലാസ് പാല് തന്നെ എടുക്കുക. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പാല് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. അപ്പോൾ പാല് ഇതുപോലെ 2.5 ഗ്ലാസ് എടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പാലൊന്ന് നമുക്ക് തിളച്ച് വരണം. അപ്പോൾ നമ്മുടെ പാല് ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ പാലൊന്ന് നമുക്ക് കുറുക്കിയെടുക്കണം. കുറുകി വരുമ്പോഴാണ് ഈ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഈ സൈഡിലൊക്കെ ഉള്ളത് ഒരു തടി വെച്ചോ ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചോ ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. പാല് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരും. ഒരു 2 മിനിറ്റ് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് ഒരു സ്ഥലത്തോട്ട് നമുക്ക് മാറ്റി വെക്കാം. മാറ്റി വെച്ച അവല് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ ഇടാൻ സൗകര്യത്തിന് ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റി ഇനി നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇത് അടച്ച് നല്ലോണം പൊടിച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അവിലിത നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയൊന്നുമില്ലാതെ വേണം നല്ലതായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നല്ലോണം 2-3 മിനിറ്റ് വറുത്തെടുത്തതിന് ശേഷം മാത്രമേ പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടില്ല. നല്ല ഫൈൻ പൗഡറായിട്ട് ഇതാ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചെടുത്താണ്, കുഞ്ഞായിട്ട് മുറിച്ചെടുത്ത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബദാം കുഞ്ഞായിട്ട് ഞാൻ മുറിച്ചെടുത്തതാണ് 1 ടേബിൾ സ്പൂൺ, അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ല, ബദാം ഇല്ല, അണ്ടിപ്പരിപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ഉണ്ടല്ലോ, നമ്മുടെ കപ്പലണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെ തന്നെ നമ്മുടെ പലഹാരം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിൽ കിസ്മിസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇത് 2 ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ആയി വരട്ടെ. അപ്പോൾ ഇതൊന്ന് നിറം മാറേണ്ടതൊന്നും ആവശ്യമില്ല, ഒരു 2 മിനിറ്റ് മതി. അപ്പോൾ നമുക്ക് മതി. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലോട്ട് കോരി മാറ്റാം. അപ്പോൾ ഇത് ആ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം.
നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പും ബദാമൊക്കെ റോസ്റ്റ് ചെയ്ത അതേ പാനിൽ തന്നെ നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ച പാല് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. പാല് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി കുറേശ്ശെ നമ്മുടെ പൊടിച്ച അവൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് അങ്ങ് ഇടാൻ പാടില്ല. അപ്പോൾ ഇന്നും മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. മിക്സായി കിട്ടിയിട്ടുണ്ട്. ബാക്കിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനും ഞാൻ ഇട്ട് കൊടുത്തു. പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിച്ച് ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ നന്നായിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടി. കട്ടകളെല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അരിഞ്ഞ് വരും. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസാവും, കണ്ടോ, കുറച്ചൊന്ന് ലൂസായി വരും. പാനിൽ നിന്ന് നമുക്ക് വിട്ട് കിട്ടണം. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഞാനിപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതുകൊണ്ടാണ് ഒരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഏലക്കയും കൂടി ചേർത്തപ്പോൾ. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഫ്ലെയിം ഒരിക്കലും കൂട്ടിയിട്ട് കൊടുക്കാൻ പാടില്ല. പാലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തത്. അടിയിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. പാനിൽ നിന്ന് വിട്ട് കിട്ടണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ടിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പാനിൽ നിന്ന് വിട്ടതാ വരാറായിട്ടുണ്ട്. പാനിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്നത്. ഈ സമയത്ത് നമുക്ക് വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് കൊടുക്കാം. മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കാം. കൈവിടാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് എല്ലാ ഭാഗത്തും ഈ ഡ്രൈ ഫ്രൂട്ട്സ് എത്തണം. ഈ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് കഴിക്കാനായിട്ട് നല്ല കിടിലൻ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതാ പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരും. അപ്പോൾ നമ്മുടെ അളവെന്ന് പറയുന്നത് നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ 2.5 ഗ്ലാസ് പാല് ഒന്ന് വറ്റിച്ചെടുക്കണം. നമുക്ക് ഒരു ഏകദേശം ഒരു 2 ഗ്ലാസ് പാലൊക്കെ ആക്കണം. അപ്പോൾ 2-3 മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ, 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് പാകം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൻ്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചേർത്തൊന്നും കൊടുക്കുന്നില്ല. ഞാനിവിടെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്ത ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്നതിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്നും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അഥവാ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ല കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ അതാ ഇപ്പം തന്നെ പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഉടനെ തന്നെ മാറ്റാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഉടനെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ അത് നന്നായിട്ട് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവിന് ശേഷം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും അവലായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് കൈ ഒന്ന് നെയ്യിൽ പുരട്ടിയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഴച്ച മിക്സിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കുക. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കുക. കുറച്ച് എടുക്കുക ഇതുപോലെ. ഇനി നന്നായിട്ട് ഇത് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കണം. നല്ലോണം ഉരുട്ടിയെടുക്കണം. നല്ലോണം ഉരുട്ടിയതിന് ശേഷം ഇതൊന്ന് നമുക്ക് ഇതുപോലെ നമുക്ക് സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കി കൊടുക്കാം. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. ഇപ്പം നല്ലൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. നേരത്തെ ഞാൻ കാണിച്ചത് അച്ച്, ഇതുപോലത്തെ അച്ച് ഇല്ലാത്തവർക്കാണ് നേരത്തെ ഞാൻ അങ്ങനെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ അച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ നല്ല ഷേപ്പിന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ അച്ചിലൊന്ന് നെയ്യ് പുരട്ടി കൊടുക്കാം, പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മിക്സ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ലോണം ഉരുട്ടിയെടുക്കണം.
നല്ലോണം ഉരുട്ടിയെടുത്ത് ഇതുപോലെ സിലിണ്ടറിക്കൽ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കണം. ഇനി നമ്മൾ അച്ചെടുത്തതിന് ശേഷം അതിലോട്ട് വെച്ച് കൊടുക്കണം. നമ്മൾ നെയ്യ് പുരട്ടിയ അച്ച് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇതുപോലെ ക്ലോസ് ചെയ്ത് ഇറുക്കി പിടിക്കുക. ഇറുക്കി പിടിച്ചതിന് ശേഷം ഈ ഹോളിന്റെ അകത്തോട്ട് ഇത് അങ്ങോട്ട് അമർത്തി പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. നല്ലോണം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നല്ലോണം നല്ല ഷേപ്പിൽ നമുക്ക് വരുള്ളൂ. അപ്പോൾ ഈ സൈഡിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തുറക്കാം. ഇപ്പൊ നല്ല അടിപൊളി ഷേപ്പിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ഷേപ്പിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അച്ചുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അച്ചില്ലാത്തവർക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, അതുപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അച്ചിൽ വെച്ചാണ് ഞാൻ ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അല്ലാതെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അച്ചില്ലാത്തവർക്കും ഞാൻ എങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുക്കുകയാണ്. അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ അവലും പാലും പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്